പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ഈ ഞായറാഴ്ച നാം ധ്യാനിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ ഈ സംഭവം 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 44 വരെയും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയും, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളും അല്പം വ്യത്യാസത്തോടു കൂടിയാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത്. യേശുക്രിസ്തു മരുഭൂമിയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം സഭാപിതാവായ അലക്സാണ്ടറിലെ കോറിലോസ് പഴയ നിയമത്തിലെ മോശയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ സ്വർഗീയ അപ്പമാകുന്ന മന്ന മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് കൊടുക്കുകയും അവരെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സംഭവം വിവരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും സ്ഥലനാമം പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ബെത്സയിദ എന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കടൽക്കരയുടെ മറുവശമുള്ള തിബെരിയോസ് എന്ന സ്ഥലത്തുമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ടതിന് ശേഷം യേശുതമ്പുരാൻ നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകുന്നതായിട്ടാണ് ഇവിടെ നാം കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു വിജനപ്രദേശത്തേക്ക് പോയത് വിശ്രമത്തിന് വേണ്ടിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു കപ്പൽ കയറി നിർജ്ജന പ്രദേശത്തേക്ക് പോയതറിഞ്ഞ് ധാരാളം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. സുറിയാനി വേദപുസ്തകത്തിൽ ജനം കരവഴി പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു കടൽ മാർഗത്തിലൂടെ വളരെ ഷോർട്ടായിട്ട് പോയെങ്കിൽ ജനം വിശ്വാസം കൊണ്ട് വളരെ ദൂരം നടന്ന് കരവഴിയായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നത്. യേശുക്രിസ്തു വിശ്രമത്തിനും ജനത്തിൻ്റെ ശ്രദ്ധ കിട്ടാതിരിക്കുന്നതിനും വേണ്ടി പോയിരുന്നുവെങ്കിലും ധാരാളം ആളുകൾ വന്നപ്പോൾ അവൻ അവരോട് മുഷിയാതെ ആ ജനത്തെ സ്വീകരിക്കുകയും അവരോട് വചനം പ്രസംഗിക്കുകയും അവരെ സൗഖ്യമാക്കുകയും അവരോട് ദയ തോന്നുകയും ചെയ്തു. സുറിയാനി വേദപുസ്തകത്തിൽ ജനത്തെ കണ്ടപ്പോൾ യേശു പുറത്തേക്ക് വന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു വളരെ ഒതുങ്ങിയൊരു സ്ഥലത്തായിരിക്കണം ജനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അവൻ പുറത്തേക്ക് വരികയാണ്. ക്രിസ്തുവിൻ്റെ ഈ മാതൃക നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അവരുടേതായ സ്വകാര്യമായ നിമിഷങ്ങളെക്കാൾ ഉപരി, അല്ലെങ്കിൽ ക്ഷീണത്തേക്കാൾ ഉപരി, വിശ്രമവേളകളേക്കാൾ ഉപരിയായിട്ട് ജനത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഏത് സമയവും സന്നദ്ധമായിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഇതുവഴിയായി നൽകുന്നത്. വിശ്രമവേളയിൽ യേശുക്രിസ്തു ജനത്തോട് മുഷിയാതെ അവരെ സ്വീകരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. ജനകീയ പ്രശ്നങ്ങളോട് ഏത് സമയത്തും പ്രതികരിക്കുന്നതിന് നാം സന്നദ്ധമായിരിക്കണം. ക്രിസ്തുവിൻ്റെ പ്രസംഗവും പഠിപ്പിക്കലും ദൈർഘ്യമേറിയതും സമയം വൈകിയപ്പോൾ ആഹാരം വാങ്ങുന്നതിനായി ജനത്തെ പറഞ്ഞുവിടുവാനായി ശിഷ്യന്മാർ ക്രിസ്തുവിനെ സമീപിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തു ഫിലിപ്പോസും അന്ത്രയോസുമായിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരുടെ പൊതുവായിട്ടാണ് പറയുന്നത്. മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5 അപ്പവും 2 മീനും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ആ യേശുക്രിസ്തുവിന് വാങ്ങിക്കൊടുക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു 5 അപ്പം കൊണ്ടാണ് 5000 പേരെ പോഷിപ്പിക്കുന്നത്. സഭാപിതാവായ അഗസ്റ്റിൻ ക്രിസ്തു വാഴ്ത്തിയ 5 അപ്പം മോശയുടെ 5 ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. സഭാപിതാവായ അംബ്രോസ് 5 അപ്പത്തെ മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു അപ്പം വാഴ്ത്തി കൊടുത്തത് വഴിയായിട്ട്
ജനത്തിൻ്റെ പ്രശ്നങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. ആവശ്യക്കാരെ ഉൾക്കൊള്ളുകയും അവരുടെ ആവശ്യങ്ങളും ആവലാതികളും പരിഹരിക്കുന്നതിന് യേശുക്രിസ്തു സന്നദ്ധമാകുന്നതാണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജനകീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യം കരുണാപുരസ്സരം കാണുന്നതിനും പരിഹരിക്കുന്നതിനും ജനത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കിയാണ് ശിഷ്യന്മാരെ വിളമ്പുവാൻ ഏൽപ്പിക്കുന്നത്. പിതാക്കന്മാർ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കിയതും അപ്പമെടുത്തതും വാഴ്ത്തിയതും വിശുദ്ധ കുർബാനയുടെ ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ കോറിലോസ് ബന്ധപ്പെടുത്തുന്നത് യുഗാന്ത്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ വിരുന്നിനെ കുറിച്ചാണ്. സ്വർഗരാജ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന വിരുന്നും സ്വർഗീയ അനുഭവത്തിൻ്റെ പ്രതീകമായിട്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നത്. സഭാപിതാവായ അംബ്രോസ് ഇതിനെ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയും കർത്താവിൻ്റെ തിരുശരീര രക്തം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ സംതൃപ്തിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരവസരത്തിൽ വചനവുമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവിക വചനം മനുഷ്യന് നൽകുന്ന സംതൃപ്തി 5 അപ്പം കൊണ്ട് 5000 പേരെ ലഭിക്കുന്ന സംതൃപ്തി പോലെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തിലെ വിരുന്നും വിശുദ്ധ കുർബാനയിലെ അനുഭവവും ദൈവവചനത്തിൻ്റെ കേൾവിയും മനുഷ്യന് പൂർണ്ണ സംതൃപ്തി നൽകുകയും സ്വർഗീയ അനുഭവം നൽകുന്നതുമാണ്. ഇന്നത്തെ ഈ വേദഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന സന്ദേശം പുതിയ നിയമ പണ്ഡിതനായ ജെ ജെറമിയാസ് ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. അദ്ദേഹം യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. ഗോഡ്സ് അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, വ്യവസ്ഥ കൂടാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ദൈവത്തെയാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് കേവലം ഒരു അത്ഭുത പ്രവൃത്തികളേക്കാൾ ഉപരി യേശുക്രിസ്തുവിൻ്റെ ദൗത്യവും ശുശ്രൂഷയും വെളിപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യം അഥവാ ക്രിസ്തുവിൻ്റെ ടേബിൾ ഫെല്ലോഷിപ്പ്, ക്രിസ്തുവിൻ്റെ ഭക്ഷണത്തിനിരിക്കുന്ന രീതി എല്ലാവരുമായിട്ടായിരുന്നു. അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരുന്നു. ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ടേബിൾ ഫെല്ലോഷിപ്പ്, യേശുക്രിസ്തുവിൻ്റെ ഭക്ഷണമേശ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒന്നായിരുന്നു. അത് യഹൂദന്മാരുടെ ഭക്ഷണമേശയിൽ നിന്ന് വ്യത്യസ്തമാണ്. യഹൂദന്മാരുടെ ഭക്ഷണമേശ സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ വേർതിരിവുണ്ടായിരുന്നു. അവിടെ പ്രത്യേക വിഭാഗത്തിനെയായിരുന്നു ക്ഷണിച്ചിരുന്നത്. പ്രത്യേകമായ വിഭാഗത്തിലെ ആളുകളുമായി ഭക്ഷണം പങ്കിട്ടിരുന്നത്. മാത്രമല്ല അനുഷ്ഠാനപരമായിരുന്നു. അവിടെ ഭക്ഷണത്തിന് ഇരിക്കുന്നതിന് ചില പ്രോട്ടോക്കോളുകളും രീതികളും ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഭക്ഷണമേശയിലെ രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി എല്ലാ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭക്ഷണമേശയായിരുന്നു. യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ അനുഗമിച്ച ജനക്കൂട്ടത്തിന് ക്രൗഡ് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഒക്കിലോയ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകമായൊരു വിഭാഗമല്ല. ഒക്കിലോയ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതായ ഒരു പൊതുസമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് ഒരു പൊതുസമൂഹത്തിനാണ്. അതിലെല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ടായിരുന്നു. പ്രത്യേക വംശീയ മതപരമായ സാമൂഹ്യ അടിസ്ഥാനത്തിലായിരുന്നില്ല ഈ ഭക്ഷണം അവർക്കായി പങ്കിട്ട് കൊടുത്തത്. ക്രിസ്തുവിൻ്റെ ടേബിൾ ഫെല്ലോഷിപ്പ് അഥവാ ഭക്ഷണമേശയെക്കുറിച്ചുള്ള പരാമർശം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രൻ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അക്കാലത്ത് നിലനിന്ന യഹൂദ ഭക്ഷണമേശയിലെ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ സമീപനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഭക്ഷണമേശയെക്കുറിച്ചൊരു പരാമർശം കാണാനായിട്ട് സാധിക്കും. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും വലിയ ഗണം അവനോടൊപ്പം ഭക്ഷണത്തിലിരുന്നു. ചുങ്കക്കാരും വ്യത്യസ്തരായ സമൂഹത്തിൽപ്പെട്ട ആളുകളും യേശുക്രിസ്തുവിനോടുകൂടി ഭക്ഷണത്തിലുണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു.
ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അക്കാലത്തെ യഹൂദ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഭക്ഷണമേശ. ഇത് നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ. യേശു ക്രിസ്തു അൺകണ്ടീഷണലായിട്ട്, വ്യവസ്ഥയില്ലാതെ, മുൻവിധിയില്ലാതെ എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കുകയും എല്ലാവരുമായിട്ട് ഭക്ഷണം പങ്കുവെക്കുകയും ചെയ്യും. ഈ ഒരു മാനവികത നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ടേബിൾ ഫെല്ലോഷിപ്പ് അഥവാ ഭക്ഷണമേശ, അത് വിഭവങ്ങൾ പങ്കിടുന്നതിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാവിധത്തിലുള്ള അതിർവരമ്പുകൾ ഉല്ലംഘിക്കുന്നതുമായിരുന്നു. ദൈവിക വിരുന്നിനെക്കുറിച്ച് ഉള്ള പഴയ നിയമ പരാമർശങ്ങളിലും ക്രിസ്തുവിൻ്റെ ഈ തുറന്ന സമീപനം മുൻകുറിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനത്തിനും വേണ്ടിയുള്ള വിരുന്നാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യത്തിലും ഇതുപോലുള്ളൊരു പരാമർശം കാണാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നു: ദാഹാർത്തന്മാരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. യഹോവയായ ദൈവം ഒരുക്കുന്ന ആ ഭക്ഷണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പുതിയ നിയമത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ക്രിസ്തുവിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഴയ നിയമത്തിലെ ആ ദൈവിക സങ്കല്പം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച വഴിയായി നിറവേറുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ തുറന്ന ഭക്ഷണമേശ, എല്ലാവരുമായി ഭക്ഷണത്തിനിരിക്കുന്നതായ ക്രിസ്തുവിൻ്റെ തുറന്ന സമീപനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ആ ഭക്ഷണമേശ നമ്മുടെ ആത്മീയ ജീവിതത്തിനെ സ്വാധീനിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മനുഷ്യരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും അതെല്ലാവരെയും ഒരുപോലെ കാണുകയും അതിന് വർഗവർണ്ണ ലിംഗപരമായ വ്യത്യാസമില്ലാതെ ഒരുപോലെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും വിഭവങ്ങൾ പങ്കിടുവാനും നമ്മളെ സ്വാധീനിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.